വയറ് നിറച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാം നോക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരെ എൻ്റെ കൂടെ കൂടിക്കോളൂ. ഞങ്ങളിന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഡയറ്റ് തുടങ്ങിയിട്ട്. ഫസ്റ്റ് ഡേ കാണാത്തവർ പോയി കണ്ടിട്ട് വാ. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് എന്തെല്ലാം കഴിച്ചെന്ന് നോക്കാം. എഴുന്നേറ്റ് പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. കൂടെ തൈറോയിഡിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു, അത് കഴിച്ചേ. പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ തിളപ്പിച്ച് കുടിച്ചു. രാവിലെ ചായക്ക് പകരം ഗ്രീൻ ടീ ആണ് ആക്കിയിട്ടുള്ളത്. ഞാൻ നാത്തൂൻസിൻ്റെ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ജീരകവെള്ളം തിളപ്പിച്ചങ്ങ് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണേ. പിന്നില്ലേ നമ്മൾ നാത്തൂൻസിൻ്റെ ഡയറ്റ് മീലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. സ്മൂത്തി പൗഡറാണ് ഇത് കേട്ടോ. 18 കൂട്ടം ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സ്മൂത്തി പൗഡറാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിവ്യൂ കണ്ട് ഞാൻ മേടിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇത് കഴിച്ചിട്ട് വണ്ണം കുറഞ്ഞെന്നുള്ള റിസൾട്ട് കണ്ടിട്ട്. നാത്തൂൻസ് കിച്ചണിലെ തസ്നിയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. പുള്ളിക്കാരി 100 എത്രയോ കിലോ ഉണ്ടായിരുന്നു. ഈ ഒരു സ്മൂത്തി കഴിച്ചിട്ടാണ് അവർ വണ്ണം കുറച്ചത്. അതാണ് അവർ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾക്കും ഈ ഒരു സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് കേട്ടോ. നമ്മളൊരാളെ കാണുമല്ലേ അവരുടെ ആ ഒരു ചേഞ്ച്. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഈ സ്മൂത്തി പൗഡർ. രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. അങ്ങനെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് സ്മൂത്തി കുടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിച്ചു. കാരണം നല്ല വെയിലും ചൂടുമായിരുന്നേ. ഞാൻ ഓറഞ്ചും അതുപോലെ തണ്ണിമത്തനും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ ലഞ്ചിനെടുത്തത് കുറച്ച് ചോറ്, മത്തിക്കറി, പിന്നെ എണ്ണ അധികം ഇല്ലാത്ത മാങ്ങാച്ചാറ്, പിന്നെ തോരൻ. ഇതൊന്നും എണ്ണ അധികം ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ തോരനായിട്ട് പടവലങ്ങയും ക്യാരറ്റുമാണ്. പിന്നെ കുറച്ച് കൂടുതൽ കുക്കുംബർ അരിഞ്ഞത്, മത്തി പൊരിച്ചത്. മത്തി പൊരിച്ചെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടണ്ട. ഒട്ടും എണ്ണയില്ലാതെ എണ്ണ സ്പ്രേ ചെയ്തിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ പൊരിച്ചെടുത്ത മത്തിയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് അടിപൊളി. വയറ് നിറയാൻ വേറെ ഒന്നും വേണ്ട, അത്രയും ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. സന്ധ്യ ആയപ്പോഴത്തേക്കിനും ഞാൻ ഒരു ഗ്ലാസ് നാത്തൂൻസിൻ്റെ ഗ്രീൻ ടീ തന്നെ ഇട്ട് കുടിച്ചു കേട്ടോ. നല്ല ഗ്രീൻ ടീ ആണിത്. സാധാരണ നമ്മൾ ഗ്രീൻ ടീ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇതുപോലെ ഇല പോലെ വരത്തില്ല. ഇത് ഞാൻ ശ്രദ്ധിച്ചു, ഇങ്ങനെ പെട്ടെന്ന് ഇല പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻ ടീ കഴിഞ്ഞു. പിന്നെ നമ്മൾ രാത്രിയിലെ ഫുഡ് എന്താണെന്ന് നോക്കാം. ഡിന്നറിനും ഞാൻ സ്മൂത്തി തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതാ നാത്തൂൻസിൻ്റെ സ്മൂത്തി പൗഡർ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇന്നിട്ട് കൊടുക്കുന്നത് ആപ്പിളും പൊമിഗ്രാനൈറ്റുമാണ്. കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഡെയിലി മാറ്റി മാറ്റി ഉപയോഗിക്കാം. എന്നും ഒരേ ഫ്രൂട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു റോബസ്റ്റാ പഴം കൊണ്ട് അടിക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം പാലെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 ഡേറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നാത്തൂൻസ് കിച്ചണിലെ ഈ പൗഡർ വേണ്ടവരെ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി സാധനമാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ കയറി ചെക്ക് ചെയ്ത് നോക്കേ.